നമസ്കാരം. ഇനി ഫലമറിയാൻ 2 ദിവസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. ആശങ്കയോടെ ആകാംക്ഷയോടെ മലയാളികൾ കാത്തിരിക്കുന്നു തങ്ങളുടെ വിധി എന്തെന്നറിയാൻ. എക്സിറ്റ് പോളുകളുടെ പെരുന്നാളായിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ. ഏറ്റവും ഒടുവിൽ പുറത്തു വന്നത് മറുനാടൻ്റെ എക്സിറ്റ് പോളാണ്. മറുനാടൻ മലയാളി യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജിലും അത് വിശദമായി തന്നെ കൊടുത്തിട്ടുണ്ട്. UDF ഏറ്റവും കുറഞ്ഞത് 80 സീറ്റ്, ഒരുപക്ഷെ അത് 99 സീറ്റ് വരെ പോകും എന്നാണ് മറുനാടൻ്റെ എക്സിറ്റ് പോളിലെ റിപ്പോർട്ട്. എന്നാൽ ഇന്നലെ റിപ്പോർട്ടർ ചാനൽ അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ അവരുടെ എക്സിറ്റ് പോൾ എന്ന് തോന്നിക്കുന്ന തരത്തിൽ നിരന്തരമായി കുറെ കാർഡുകൾ വിട്ടു. ആ കാർഡുകളൊക്കെ കണ്ട് അന്തം വിട്ടിരിക്കുകയാണ് സകലരും. കാരണം ഈ റിപ്പോർട്ടർ ചാനലിൻ്റെ എക്സിറ്റ് പോളിൽ ഏതാണ്ട് 14 സീറ്റാണ് BJPക്ക് ലഭിക്കുമെന്ന് പറയുന്നത്. വിചിത്രമായ സംഗതി അതല്ല, ഈ 14 സീറ്റിൽ BJP ഉറപ്പായും ജയിക്കുമെന്ന് കണക്കാക്കുന്ന 4 സീറ്റുകൾ, അതായത് നേമം, കഴക്കൂട്ടം, മഞ്ചേശ്വരം, പാലക്കാട് ഉൾപ്പെട്ടിട്ടില്ല. എന്തിനേറെ BJP അട്ടിമറി വിജയം നേടും എന്ന് കരുതുന്ന പാലായിലും അവർ BJPക്ക് വിജയം കൊടുത്തിട്ടില്ല. പാലായിൽ ജോസ് കെ മാണിക്കാണ് വിജയം കൊടുത്തിരിക്കുന്നത്. നേമത്ത് ശിവൻകുട്ടിക്കും കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രനും. അതുകൊണ്ട് തന്നെ ആദ്യമായി ഒരു എക്സിറ്റ് പോളിൽ BJPക്ക് 14 സീറ്റ് വരെ പ്രഖ്യാപിച്ചിട്ടും സംഘികൾക്ക് ആവേശമില്ല. അവരും ചിരിക്കുകയാണ്. ഇത് റിപ്പോർട്ടർ ചാനലിന്റെ എക്സിറ്റ് പോൾ എന്ന തരത്തിലാണ് പ്രചരിപ്പിക്കപ്പെടുന്നത്. കാരണം റിപ്പോർട്ടർ മാത്രമായിരുന്നു ഇന്നലെ ഓരോന്നിനും വ്യത്യസ്തമായ കാർഡുകൾ ഇറക്കി ആഘോഷിച്ചത്. വാസ്തവത്തിൽ ഇത് റിപ്പോർട്ടർ ചാനലിന്റെ എക്സിറ്റ് പോൾ ആയിരുന്നില്ല. ഇത് പീപ്പിൾസ് ഇൻസൈറ്റ് എന്ന് പറയുന്ന ഒരു ഏജൻസിയുടെ എക്സിറ്റ് പോളാണ്. ഈ ഏജൻസി നേരത്തെ തന്നെ ഇത് പുറത്തുവിട്ടതാണ്. അതിന്റെ വിശദാംശങ്ങൾ ഇന്നലെ റിപ്പോർട്ടർ ചാനൽ കൂടുതൽ കൗതുകത്തോടെ പുറത്തുവിട്ടപ്പോഴാണ് ഇത് റിപ്പോർട്ടർ ചാനലിന്റെ എക്സിറ്റ് പോൾ എന്ന തരത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടത്. റിപ്പോർട്ടർ ചാനൽ ഓരോ മണ്ഡലത്തിലെയും പ്രത്യേക കാർഡുകൾ ഇറക്കി അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ സമ്പന്നമാക്കി. 40.58% വോട്ട് നേടി UDF 66 മുതൽ 76 വരെ സീറ്റോടുകൂടി ഭരണം നിലനിർത്തും എന്നാണ് പീപ്പിൾ ഇൻസൈറ്റിന്റെ കണ്ടെത്തൽ. LDF 58 മുതൽ 68 വരെ എന്ന് പറയുന്നത് 32.74%. BJPക്ക് 10 മുതൽ 14 വരെ 18.44% എന്നാണ് ഈ കണക്കിൽ പറയുന്നത്. അതേഴ്സിനുമുണ്ട് ഒരു സീറ്റ് കിട്ടാനുള്ള സാധ്യത. എന്ന് വെച്ചാൽ ഈ ലിസ്റ്റ് അനുസരിച്ച് BJPക്ക് കുറഞ്ഞത് 10 സീറ്റ് കിട്ടും. ഒരുപക്ഷെ അത് 14 സീറ്റ് വരെ ആയെന്ന് വരാം. ഇതിന്റെ ബ്രേക്കപ്പുകളാണ് BJP ഇന്നലെ ആഘോഷിച്ചത്. അതുകൊണ്ട് തന്നെ പ്രാദേശികമായി BJP പ്രവർത്തകർ അത് ആഘോഷമാക്കി. BJPക്ക് റിപ്പോർട്ടർ ചാനൽ വിജയം പ്രഖ്യാപിച്ച ഒരു മണ്ഡലം തിരുവല്ലയാണ്. തിരുവല്ലയിൽ അനൂപ് ആന്റണി ജോസഫ് ജയിക്കുമെന്നാണ് റിപ്പോർട്ടർ ചാനൽ പീപ്പിൾ ഇൻസൈറ്റ് ഫലം കാണിക്കുന്നത്. തൃശ്ശൂരിൽ വിജയം അവർ പത്മജ വേണുഗോപാലിന് കൊടുത്തിരിക്കുന്നു. വട്ടിയൂർക്കാവിൽ NDAയുടെ സ്ഥാനാർത്ഥിയായ ശ്രീലേഖയ്ക്കാണ്. മറ്റൊന്ന് ചാത്തന്നൂരിൽ NDA സ്ഥാനാർത്ഥി ഗോപകുമാറിന്റെ വിജയ സാധ്യതയാണ്. ഈ സീറ്റുകളിലൊക്കെ BJP ജയിക്കും എന്ന് പറയുന്നത് അസംബന്ധമാണ് എന്ന് പറയാനൊന്നും ഞാനില്ല. വിജയസാധ്യത ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസമെങ്കിലും അസംബന്ധം എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഈ 14 സീറ്റുകളിൽ വിജയസാധ്യത പറയുന്ന ഈ ചാനൽ എന്തുകൊണ്ടാണ് BJPക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള നേമത്തും കഴക്കൂട്ടത്തും പാലക്കാട്ടും മഞ്ചേശ്വരത്തും തോൽവി പ്രഖ്യാപിച്ചത്? ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എക്സിറ്റ് പോളുകളുടെ പൊള്ളയെക്കുറിച്ചാണ്. എക്സിറ്റ് പോളിൽ വളരെ വിചിത്രമായ ഒരുപാട് കണ്ടെത്തലുകളുണ്ട്. UDFന് കഷ്ടി അധികാരം കൊടുക്കുമ്പോഴും അവർ പേരാമ്പ്ര കൊടുത്തിരിക്കുന്നത് UDFനാണ്. പേരാമ്പ്ര ഇഞ്ചോടിഞ്ച് മത്സരം UDFന് സാധ്യതയുണ്ട്. പക്ഷേ 76 സീറ്റിലാണ് UDF ജയിക്കുന്നതെങ്കിൽ പേരാമ്പ്ര കിട്ടില്ല. പേരാമ്പ്ര കിട്ടുന്നത്, ബേപ്പൂര് കിട്ടുന്നതൊക്കെ കോൺഗ്രസ് പാർട്ടിക്ക് 80-85 സീറ്റിലധികം കിട്ടുന്ന സാഹചര്യത്തിലാണ്. അതുപോലെ തന്നെ ചിറയൻകീഴ് LDF തിരുവനന്തപുരത്ത് ഉറപ്പായും ജയിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ്. അവിടെ രമ്യ ഹരിദാസ് ജയിക്കുമെന്നാണ് ഇവരുടെ സർവേയിൽ പറയുന്നത്. പേരാവൂർ അവർ LDFന് കൊടുക്കുന്നു, അതായത് ശൈലജ ടീച്ചർ ജയിക്കുമെന്ന്. ഇത്തരത്തിൽ വിചിത്രമായ പല സംഗതികളും ഈ സർവേയിലുണ്ട് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോവുകയായിരുന്നു. ഈ എക്സിറ്റ് പോളിന് അവരെടുത്തിരിക്കുന്ന സാമ്പിളിന്റെ എണ്ണം ഏതാണ്ട് 600 പേരാണ്. ഏതാണ്ട് 2.5 കോടിയിലധികം ആളുകൾ വോട്ട് ചെയ്ത ഈ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 600ഓളം സാമ്പിളുകൾ എടുത്തിട്ട് ആ സാമ്പിളുകളുടെ അടിസ്ഥാനത്തിൽ 140 മണ്ഡലങ്ങളിൽ അവർ വിജയം പ്രഖ്യാപിക്കുന്നു. എന്ന് വെച്ചാൽ ഒരു മണ്ഡലത്തിൽ അവരെടുത്ത സാമ്പിൾ 5 ആണ്. യഥാർത്ഥത്തിൽ മിക്ക എക്സിറ്റ് പോളുകളും സർവേകളും ഇങ്ങനെയൊക്കെ തന്നെയാണ്. കൃത്യമായ പഠനമോ സർവേയോ ഒന്നും നടത്താതെ അവർ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കും. എന്ത് ശാസ്ത്രീയ അടിത്തറ എന്നൊന്നും ആരും ചോദിക്കരുത്. ആളുകൾ പരസ്പരം ചോദിക്കുന്നൊരു ചോദ്യം, നിങ്ങളെ ആരെയെങ്കിലും ഏതെങ്കിലും ഒരു ചാനലിൻ്റെയോ പത്രത്തിൻ്റെയോ പ്രതിനിധി വന്ന് കണ്ടിട്ടുണ്ടോ എന്നാണ്. ആ ചോദ്യത്തിന് ആളുകൾ പറയുന്ന ഏക ഉത്തരം മറുനാടൻ്റെ പ്രതിനിധികൾ എത്തിയെന്നാണ്. ഞങ്ങൾ ഫീൽഡിൽ ഇറങ്ങി 140 മണ്ഡലങ്ങളിലും പോയി ഫീൽഡിൽ ഇറങ്ങി ആളുകളുടെ അഭിപ്രായം ശേഖരിച്ച് അവരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ചാണ് ഞങ്ങൾ നിഗമനത്തിലെത്തിയത്. എന്നിട്ട് പോലും അത് ശാസ്ത്രീയമായി വിലയിരുത്തി ടാബുലേഷൻ നടത്തിയപ്പോൾ ആശങ്ക വ്യക്തമായിരുന്നു.
ഞങ്ങളുടെ സർവേയിൽ 81 സീറ്റാണ് UDF പ്രവചിച്ചത്. എന്നാൽ അത് എക്സിറ്റ് പോളിലേക്ക് വന്നപ്പോൾ മറ്റു പല ഘടകങ്ങളും അതിൽ ഉൾപ്പെടുത്തേണ്ടി വന്നു. ഫീൽഡിലെ സർവേ സാമ്പിൾ മാത്രമല്ല, ചില എക്സിറ്റ് പോൾ ഏജൻസികളുടെ സഹായവും തേടി. കൂടാതെ മറുനാടന്റെ പ്രേക്ഷകർ എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത് എന്ന് ഞങ്ങൾ ഓൺലൈൻ സർവേയിലൂടെ കണ്ടെത്താൻ ശ്രമിച്ചു. ആ ഓൺലൈൻ സർവേ വെറുതെ ആളുകൾ തെറ്റു പറയുന്ന തരത്തിലായിരുന്നില്ല. നേരെ മറിച്ച് സമ്മാനം പ്രഖ്യാപിച്ചുകൊണ്ട്, ഒന്നാം സമ്മാനം എന്ന് പറയുന്നത് 1 പവൻ സ്വർണമാണ്. കല്യാൺ ജുവലറിയാണ് സ്പോൺസർ ചെയ്യുന്നത്. 2, 3 സമ്മാനങ്ങൾ. ഒന്ന് ഗ്ലോബൽ സ്റ്റഡി ലിങ്ക് എന്ന വിദേശ യൂണിവേഴ്സിറ്റികളിലേക്ക് വിദ്യാർത്ഥികളെ റിക്രൂട്ട് ചെയ്യുന്ന സ്ഥാപനം, മറ്റൊന്ന് ജെയിൻ യൂണിവേഴ്സിറ്റി കൊച്ചി ക്യാമ്പസ്. ഇവർ 2 പേരും ഓരോ ഐഫോണാണ് കൊടുക്കുന്നത്. കൂടാതെ 4 പേർക്ക് കാനനം റിസോർട്ട് എന്ന ഇടുക്കി കുളമാവ് നാടുകാണിയിലെ റിസോർട്ടിൽ താമസവും ഞങ്ങൾ സമ്മാനമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ അങ്ങോട്ട് സമ്മാനം കൊടുത്ത് ജനങ്ങളെ കൊണ്ട് സത്യം പറയിപ്പിച്ച് ആ ഇൻപുട്ട് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ എക്സിറ്റ് പോൾ തയ്യാറാക്കിയത്. എന്നാൽ പല എക്സിറ്റ് പോളുകളും ഇങ്ങനെയാണ്. ഇത് പ്രേക്ഷകരുടെ സാമാന്യ ബോധത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്. BJPക്ക് 14 സീറ്റ് കിട്ടുമെന്ന് പറയുന്നതല്ല അപമാനം. ആ 14 സീറ്റിൽ നേമവും കഴക്കൂട്ടവും പാലക്കാടും മഞ്ചേശ്വരവും ഉൾപ്പെട്ടിട്ടില്ല എന്നതാണ്. BJPക്ക് സീറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ആദ്യം കിട്ടേണ്ടത് ഈ 4 അത് കഴിഞ്ഞ് മാത്രമേ BJPക്ക് മറ്റിടങ്ങളിലേക്ക് പോകൂ. ഇത്തരം എക്സിറ്റ് പോൾ തമാശകൾ എന്തിനാണ് റിപ്പോർട്ടർ ചാനൽ പ്രാധാന്യത്തോടെ കാർഡ് ഇറക്കി പ്രചരിപ്പിക്കുന്നത്? ഒരു സംശയവും വേണ്ട, ആളുകളുടെ ജിജ്ഞാസയെ ഉണർത്താനാണ്. തെരഞ്ഞെടുപ്പ് ഫലത്തിന് ഇനി അധിക ദിവസമില്ല. ഈ സമയങ്ങളിൽ ആളുകൾക്ക് ഇതൊക്കെ അറിയാനുള്ള കൗതുകമുണ്ട്. ആ കൗതുകം ഉണർത്തി എങ്ങനെയെങ്കിലും പ്രേക്ഷകരെ എത്തിക്കുക എന്നതിനപ്പുറത്തേക്ക് ഒരു താല്പര്യവും ഇവർക്കില്ല. ഓർക്കണം, ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി കൈരളി ചാനലിനേക്കാൾ CPIM എന്ന രാഷ്ട്രീയ പാർട്ടിയേക്കാൾ കഷ്ടപ്പെട്ട ചാനലാണ് റിപ്പോർട്ടർ. അവർക്കറിയാം അവർ പറഞ്ഞതൊന്നും ഫലിക്കില്ലെന്ന്. ഇപ്പോഴും LDF അധികാരത്തിൽ വരും എന്ന ആത്മവിശ്വാസം അവർ തുടരുന്നു. അവരാണ് അവരുടെ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി എവിടെ നിന്നോ കേട്ട ഒരു കൊട്ടത്താപ്പ് കണക്കുമായി ആവേശത്തോടുകൂടി രംഗത്തെത്തിയത്. ഇത്രയുമേ ഉള്ളൂ ഈ ചാനലുകളുടെയും പത്രങ്ങളുടെയും ജനങ്ങളോടുള്ള സ്നേഹം. അവരുടെ പ്രേക്ഷകർ അവർ വിഡ്ഢികളായി കാണുന്നു. അവരുടെ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറഞ്ഞ് അവർ പ്രേക്ഷകരെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നു. അതിനപ്പുറത്തേക്കൊരു പ്രാധാന്യവും എക്സിറ്റ് പോളുകൾക്ക് കൊടുക്കേണ്ടതില്ല എന്നതാണ് ഞങ്ങളുടെ അഭിപ്രായം.